ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പഴയൊരു വീഡിയോ ആണ് കേട്ടോ. ചേച്ചിയുടെ മോൻ്റെ മുടി മുറിക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പഴനി പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അന്നേരത്തെ സാഹചര്യത്തിൽ നമുക്കവിടെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് ചക്കുളത്ത് പോകാൻ നേരിട്ട് അങ്ങനെ ചക്കുളത്ത് പോവുകയാണ്. എല്ലാവരും കൂടെ പോകാമെന്നാണ് വിചാരിച്ച വീട്ടിൽ നിന്ന്. അപ്പോഴേക്കുമാണ് അമ്മേൻ്റെ ആങ്ങളേൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് വീട്ടിലുണ്ടായിരുന്നു. അതിനോട് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും ഉണ്ട്, ചേട്ടൻ്റെ മക്കളും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളൊരു കാർ എടുത്തിട്ടാണ് പോകുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് ചക്കുളത്താണ്. ചക്കുളത്ത് ചെന്നിട്ടാണ് നമ്മൾ നേരെ കൊല്ലത്ത് മറ്റേ മണി കെട്ടുന്ന അമ്പലത്തിലോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ചക്കുളത്ത് വന്നു, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ കുറേ നാളായി ഇവിടെ വന്നിട്ട്, ഒരു 7-8 വർഷത്തിന് മേലെയായി. അപ്പം അതൊക്കെ ഒന്ന് ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോയി. പണ്ട് അമ്പലത്തിനുള്ളിൽ തന്നെയായിരുന്നു മുടി കെട്ടുക. കയറി കഴിഞ്ഞിട്ട് അങ്ങ് ലാസ്റ്റ് ഒരു സ്ഥലത്തായിരുന്നു ആ ഹനുമാൻ്റെ പ്രതിഷ്ഠയുടെ ഒക്കെ അവിടെ ആയിട്ടായിരുന്നു മുടി വെട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അവിടെ ഇല്ല. ഇപ്പം നമ്മൾ റെസിപ്റ്റ് എടുത്ത് വെളിയിൽ പോയി മുടി വെളിയിൽ നിന്ന് വെട്ടിയിട്ട് വേണം അകത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ റെസിപ്റ്റൊക്കെ എടുത്ത് അമ്പലത്തിന് വെളിയിലെത്തി. അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു കടയിൽ പോയിട്ടാണ് മുടി വെട്ടിയത്. ആ ഒരു ഷോപ്പിൽ പോയിട്ട് മുടിയൊക്കെ വെട്ടി. അവർ വന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ വിളിച്ചു വരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പുള്ളി പോവാണ്. ആദ്യമേ എൻ്റെ കയ്യിലിരുന്നു, പിന്നെ ചേച്ചീൻ്റെ കയ്യിലിരുന്നു. അങ്ങനെയാണ് മുടി വെട്ടി എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് അച്ഛനൊരു ലോട്ടറി ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് നോക്കുകയാണ്. അങ്ങനെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇരിക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ ചെക്കൻ നല്ല ക്ഷമയുള്ളൊരു ചെക്കനായിരുന്നു. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ കുറേ സമയം അവനോട് കളിച്ച് രസിച്ചൊക്കെയാണ് മുടി വെട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിന്നത്. അങ്ങനെ ഫുള്ള് മുടിയും വെട്ടി. അപ്പോഴത്തേനും എല്ലാവരുടെയും റിയാക്ഷനാണിത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എന്നിട്ട് അവനിടയ്ക്കിടയ്ക്ക് തലയിൽ ഇങ്ങനെ പിടിച്ച് നോക്കും ഇതവൻ തന്നെയാണോ എന്ന്. എന്നിട്ട് നേരെ നമ്മൾ ഉള്ളിൽ വരും. അമ്പലത്തിനുള്ളിൽ വന്നിട്ട് ഈ റെസിപ്റ്റായിട്ട് പോയിട്ട് വഴിപാട് കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിൽ വന്നിട്ട് തൊഴാനൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ചക്കുളത്തുനിന്ന് നേരെ ഇപ്പുറത്തെ ഒരു ഹോട്ടലിൽ വന്നിട്ട് അവിടുന്ന് പൊറോട്ടയും ചായയും വടയൊക്കെ കഴിച്ച് പെട്ടെന്ന് നമ്മൾ കൊല്ലത്തേക്ക് പോവാണ്, മണികണ്ഠൻ അമ്പലത്തിലേക്ക്. ഒത്തിരി തവണ കേട്ടിട്ടുണ്ട് ആ അമ്പലത്തിനെ പറ്റിയിട്ട്, പക്ഷെ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നെല്ലാവരും ഫ്രീ ആണല്ലോ, അപ്പോൾ പോകാമെന്ന് കരുതി. അന്നേരം നമ്മൾ തന്നെ ഫോണിനകത്ത് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് ചെയ്യണം ചെറിയ വണ്ടിക്കകത്തിരുന്നിട്ട്. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സുണ്ട് കൊല്ലത്ത്. അപ്പോൾ ഞാൻ ഒരുപാട് തവണ അവിടെ കണ്ടിട്ടുണ്ട്, ആ ചേച്ചീൻ്റെ കല്യാണത്തിനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ ഒരിക്കൽ പോലും ഈ അമ്പലത്തിൽ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ അഴീക്കിലാണ് കൂടുതലായിട്ടും പോയിട്ടുള്ളത്. അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് ആ അമ്പലത്തിൻ്റെ എൻട്രൻസ് വരിക. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഒരുപാട് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് പോയി. അപ്പം അമ്പലത്തിനുള്ളിൽ അധികം എടുത്തില്ല, ഷോർട്സ് ആയിട്ടൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ അഴീക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കുറേ നാളായില്ലേ ബീച്ചെല്ലാം കണ്ടിട്ട്, അങ്ങനെ പോകാമെന്ന് കരുതിയിട്ട് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴായിരുന്നു അഴീക്കിലൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ല. കടൽ കണ്ടപ്പോഴേ എടുത്ത് ഇങ്ങനെ അങ്ങ് പോവായിരുന്നു. അപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല, നമ്മുടെ ഒന്നും ആരും ശ്രദ്ധിച്ചില്ല. അങ്ങനെ പോയി കുറേ സമയം വെള്ളത്തിൽ കളിയാണ്, പ്രായഭേദം അങ്ങ് കളിയാണ്. എല്ലാവരും അങ്ങ് ഭയങ്കര വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാർ വന്നു. അവർ യൂണിഫോമിലല്ലാത്തതുകൊണ്ട് തന്നെ അവർ നമ്മളെ വഴക്ക് വന്നപ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ചു നിങ്ങളാരാന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അത് വലിയ പ്രശ്നമായേനെ. പിന്നെ അതെങ്ങനെയൊക്കെയോ തെന്നി മാറിപ്പോയി. ഇല്ലെങ്കിൽ ആ കടലിൽ നമ്മളതിനെ കൊണ്ട് പോയേനെ. അത്രയ്ക്ക് തിരയെല്ലാം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ നമുക്കറിയത്തില്ലല്ലോ കടലിൻ്റെ ഇങ്ങനത്തെ ഒരു സ്വഭാവം. നമ്മൾ അങ്ങ് ഭയങ്കര എൻജോയ് ചെയ്യുമായിരുന്നു. അങ്ങനെ അഴീക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ 2 സൈഡിലെയും വ്യൂ ഒക്കെ ഒന്ന് എടുത്തിയാണ്. എങ്ങാനും കൂടെ വന്നവർക്ക് കടൽ മച്ചാനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ പുള്ളിനെയൊന്നും കണ്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഈ കടലിൽ ചാടുന്നതും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു വീഡിയോ. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.